ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമുക്കിന്ന് രണ്ട് തരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ലഞ്ച് ബോക്സിനൊക്കെ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഒന്ന് ഗാർലിക് ഫ്രൈഡ് റൈസ്, മറ്റൊന്ന് എഗ് ഫ്രൈഡ് റൈസ്. ഗാർലിക് ഫ്രൈഡ് റൈസ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജിഞ്ചർ ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്രഷ്ഡ് കുരുമുളക് പൊടി, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, പച്ചമുളക് 8 എണ്ണം ചെറുതായി കട്ട് ചെയ്തു, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഒനിയൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ അതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച ശേഷം അരിയിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച ശേഷം ഊറ്റി എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഊറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നല്ലേ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്താലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അല്ലാത്ത പക്ഷം 2 മണിക്കൂർ മുമ്പ് ചോറ് വേവിച്ച് നമ്മൾ തണുക്കാൻ വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒരു വോക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് സവാള കുറച്ചിട്ട് കൊടുക്കാം, ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഗാർലിക് ഫ്രൈഡ് റൈസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സവാളയും ഇഞ്ചിയും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് വാട്ടിയെടുക്കാം. അതിലേക്ക് ഒരു പിടി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം, അതിൻ്റെ ആ വൈറ്റ് പോർഷൻ ഒന്നിട്ട് കൊടുക്കാം. ആ വൈറ്റ് ഭാഗവും വേണം, അതിൻ്റെ നല്ല പച്ചയുള്ള ഭാഗം വേണം കേട്ടോ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഒരു 5 വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്ന രീതിയിൽ മാത്രം വഴറ്റിയാൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച്, എരിവിൻ്റെ പാകത്തിന്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴങ്ങി വരട്ടെ. വഴങ്ങി പേസ്റ്റ് പോലെയൊന്നും ആവണ്ട, എങ്കിൽ കൂടിയും പച്ചമണം മാറുന്ന രീതിയിൽ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഈ വെജിറ്റബിളിലേക്ക്. നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെക്കണേ. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, ഫ്രൈഡ് റൈസിൻ്റെ ചോറ്, ആ അരി നല്ലപോലെ ഇട്ട് കൊടുക്കാം. അരിയല്ല ചോറ് കേട്ടോ, ചോറ് വേവിച്ച് വെച്ചേക്കുകയാണല്ലോ, അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കണ്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണിത്. നമുക്ക് രാവിലെ ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ലഞ്ച് ബോക്സിനേക്ക് പറ്റിയതാണ്. ഒരു പിഞ്ചളവിൽ ക്രഷ്ഡ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഒരു പിടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ നിത്യം ലഞ്ചിന് ചോറ് തന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നില്ലേ? അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ ഫ്രൈഡ് റൈസ് നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കറിയുടെ ആവശ്യം കൂടി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഗാർലിക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഇതിലും എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചോറ് വേവിക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ചോറ് വേവിച്ച് നമ്മൾ ഊറ്റിയെടുത്ത ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലും കൂടി ഊറ്റി എടുത്ത് ഒരു അരിപ്പ പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കാം. എഗ് ഫ്രൈഡ് റൈസിന് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ക്രഷ്ഡ് കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ. ചോറും നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വോക്കിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. എഗ് ഫ്രൈഡ് റൈസിന് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വെളുത്തുള്ളി മാത്രമാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് 3ഉം കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് കഴിയും എഗ് ഫ്രൈഡ് റൈസ്. നമ്മളിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് 2 പിഞ്ചളവിൽ ക്രഷ്ഡ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, ഉപ്പ് ചേർത്ത്. ഇനി നമുക്ക് സവാള ഒന്ന് വഴങ്ങി കിട്ടിയോ എന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴങ്ങി കിട്ടി, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ എടുക്കേണ്ടതുണ്ട്. മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടി വിടണം കേട്ടോ. ഉടനെ തന്നെ ഉടച്ച് കളയരുത്.
കാരണം കുറച്ച് വലിപ്പത്തിൽ വേണം അതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട്. കണ്ടോ, ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇനി നമുക്കൊന്ന് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ചിക്കി എടുക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. പാകത്തിന് വരുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചേക്കുക. എപ്പോഴും ഇതുപോലുള്ള ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം കേട്ടോ. നന്നായിട്ട് വഴങ്ങി കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് പച്ചമണമൊക്കെ മാറിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല പോലെ ഫ്ലെയിം വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. കയ്യിലെടുക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒന്നൊന്ന് വിട്ട് നിൽക്കുന്ന കണ്ടോ, റൈസ് തൊടാതെ. ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം നമ്മൾ ഊറ്റിയെടുക്കുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി വീണ്ടും ഊറ്റിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റൈസ് കിട്ടും കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഗാർലിക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത് വെജിറ്റബിളിലേക്കാണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തത്. ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ റൈസിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എഗ് ഫ്രൈഡ് റൈസ്. ഇതാവുമ്പോൾ മറ്റൊരു കറിയുടെ ആവശ്യമില്ല, സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് തന്നെ മതിയാകും, ധാരാളമാണ്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ല ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കേട്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഒന്നൊന്നും തൊടാതെ നിൽക്കുന്നത് കണ്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു 2 മണിക്കൂർ മുമ്പെങ്കിലും റൈസ് വേവിച്ച് വെക്കാൻ ശ്രമിക്കണം. അത് നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കാത്ത സമയത്ത്, അല്ലാത്തപ്പോഴാണെങ്കിൽ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്താലും മതി കേട്ടോ. 2 വിധത്തിലും ഓക്കെയാണ്. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കഴിയും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.